എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി നനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയായ യജമാനനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 14-ാമത് വാക്യത്തിൽ അവൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു എന്ന വചനമാണ്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കാമെങ്കിൽ ഒരുപറ്റം ആളുകൾ അകാരണമായി വഴക്കുണ്ടാക്കുന്നവരും മനുഷ്യൻ്റെ സ്വസ്ഥത കെടുത്തുന്നവരുമൊക്കെയായി ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരസ്പരം സ്നേഹിപ്പാനും സമാധാനം ആചരിപ്പാനും വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വച്ചിട്ടുള്ളത്. കുടുംബജീവിതത്തിലായിരുന്നാലും സമൂഹ ജീവിതത്തിലായിരുന്നാലും എല്ലാ മണ്ഡലങ്ങളിലും സമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ അസമാധാനമുണ്ടാക്കുന്നവരും വഴക്കുകളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നവരുമായി തീരുന്നു എന്നുമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബൈബിൾ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത് വാക്യം വായിക്കുന്നത്, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്നുള്ള പദമാണ്. വഴക്കുണ്ടാക്കുന്ന, അസമാധാനം വിതയ്ക്കുന്ന, ഇടർച്ചയുണ്ടാക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ അതവർക്ക് തന്നെ നാശകാരണമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 18-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ, കടപ്പെട്ടിരിക്കുന്ന ഒരു ദാസൻ രാജാവിൻ്റെ അരികിൽ ചെന്ന് തൻ്റെ കടം വീട്ടുവാനായി അല്പസാവകാശം വേണമെന്നാവശ്യപ്പെട്ടു. ആ നിലകളിൽ അവൻ്റെ കടം കുറച്ചു കൊടുക്കുകയും സാവകാശം നൽകുകയും ചെയ്തു. എങ്കിലും അവൻ നടന്നു വരുമ്പോൾ അവന് ചില നന്മകൾ കൊടുക്കുവാനുള്ള ആളുകൾ, കടം തീർക്കുവാനുള്ള വ്യക്തിയെ വഴിയിൽ കണ്ടിട്ട് അവനോട് കയർക്കുവാനും വഴക്കുണ്ടാക്കുവാനും അവൻ്റെ തൊണ്ടയ്ക്ക് പിടിക്കുവാനും കാരണമായി തീർന്നു എന്ന പദം ഓർപ്പിക്കുന്നുണ്ട്. തന്നോട് മറ്റുള്ളവർ കരുണ കാണിച്ചതുപോലെ തനിക്കും കരുണ കാണിക്കേണ്ടവനായിരുന്നു എങ്കിലും താനത് ചെയ്യുവാൻ മനസ്സില്ലാത്തവനാകുകയും അവൻ്റെ തൊണ്ടയ്ക്ക് പിടിക്കുവാനും വഴക്കുണ്ടാക്കുവാനും ഇടയായിത്തീർന്നു. തൽഫലമായി ആ ദാസന് ക്ഷമിച്ചു കൊടുത്ത രാജാവ് തന്നോട് ആ ക്ഷമിച്ചു കൊടുത്തതെല്ലാം വേണ്ടെന്നു വച്ചിട്ട് താൻ കൊടുക്കുവാനുള്ളത് കൊടുക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നതും അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം വഴക്കുണ്ടാക്കുന്നവരാകുന്നുവെങ്കിൽ, ഇടർച്ച ഉണ്ടാക്കുന്നവരാകുന്നുവെങ്കിൽ, അസമാധാനം വിതയ്ക്കുന്നവരാകുന്നുവെങ്കിൽ നാമും അത് തന്നെ കൊയ്യേണ്ടി വരുമെന്ന് ഈ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇടർച്ച വരുത്തുന്നവരും കൂട്ടുകാരൻ്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്നവരും അസമാധാനം വിതയ്ക്കുന്നവരുമായി തീരുകയല്ല, മറിച്ച്
സമാധാനമുണ്ടാക്കുന്നവരും സന്തോഷത്തോടുകൂടി ജീവിപ്പാൻ സ്വയം സമർപ്പിക്കുന്നവരുമായി തീരാം. അതിന് എൻ്റെ കേൾവിക്കാരെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ സമാധാനമുണ്ടാക്കേണ്ടതിന് ഞങ്ങളാൽ ആവോളം പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഇടപാടുകൊണ്ട് യാതൊരു തലത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.